Chiroptical spectroscopy. അപ്പോൾ നമ്മൾ നമ്മുടെ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ രണ്ടാമത്തെ പോർഷനിലേക്ക് കിടക്കുകയാണ്. യൂണിറ്റ് 1.2 വരികയാണ്. Chiroptical spectroscopy. Chiroptical spectroscopy deals with optical techniques, example polarimetry, optical rotatory dispersion, that is ORD, and circular dichroism, which can differentiate between the two enantiomers. And this spectroscopy is a powerful tool to determine the molecular configuration and conformation. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ പറയുന്ന കൈറോപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൈറോപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പിയുടെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് ഒപ്റ്റിക്കൽ ടെക്നിക്സ്, ദാറ്റ് ഈസ് polarimetry, ORD, CD, etc., which can differentiate between the two enantiomers. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ട്സിനെ, എനാൻഷോമേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ട്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ടെക്നിക്സും അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസിനെയാണ് നമ്മുടെ ഈ പറയുന്ന കൈറോപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഒന്ന് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കൈറോപ്റ്റിക്കൽ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഈ പറയുന്ന പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അറിയാവുന്നതായിരിക്കും, ഒന്നുകൂടി നമുക്ക് റിവൈവ് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് പോളറൈസ്ഡ് ലൈറ്റ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കുക, ഓർഡിനറി ലൈറ്റും പോളറൈസ്ഡ് ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓർഡിനറി ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് വൈബ്രേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഓക്കെ, അതായത് ഓർഡിനറി ലൈറ്റിൻ്റെ പ്രത്യേകത ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ അതിന് വൈബ്രേഷൻ ഉണ്ടാവും. ആ സ്ഥാനത്ത് ലീനിയർലി പോളറൈസ്ഡ് ഓർ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് എന്തേ ഉള്ളൂ? വൈബ്രേഷൻസ് ഓൺലി ഇൻ വൺ പ്ലെയിനേ ഉള്ളൂ. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു വ്യത്യാസം നോക്കുക. ഈ കാണുന്നതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്, ഇതാണ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോഴേ കാണാം, അൺപോളറൈസ്ഡ് ലൈറ്റിന് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും, എല്ലാ ഡയറക്ഷനിലും ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റോ ആകെ ഈ ഒരു ഡയറക്ഷനിൽ, ഇതിപ്പം എക്സ് ആക്സിസ് ആണ്, ഇതിപ്പോൾ സെഡ് ആക്സിസ് ആണെന്ന് കൂട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദ സെഡ് ആക്സിസ്. ഒറ്റ ആക്സിസിൽ മാത്രമേ ഇയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ. ഇയാൾ ആ സ്ഥാനത്ത് എക്സിലും വൈയിലും സെഡിലും എല്ലായിടത്തും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റും അതേപോലെ തന്നെ ഓർഡിനറി ലൈറ്റുമായിട്ടുള്ള വ്യത്യാസം. ഓക്കെ, ദെൻ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സർക്കുലർലി പോളറൈസ്ഡ് റേസ്, ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ്. Circularly polarized light can be produced by passing linearly polarized light through a specially cut glass prism. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ ഓർത്ത് വെക്കണം. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ടു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ഈ കാണുന്ന ലീനിയർ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റുകളുടെ സമ്മാണ്. നമുക്കറിയായിരിക്കുമല്ലോ, ഇപ്പോൾ ഒരു റോഡിലൂടെ ഒരു കാറ് ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ ഒരു സ്റ്റിയറിംഗ് ഉണ്ടാവും. ആ സ്റ്റിയറിംഗ് കൃത്യം നടുക്ക് കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർ നേരെ തന്നെ പോകും. സ്റ്റിയറിംഗ് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കാം, റൈറ്റിലേക്കും തിരിക്കാം. സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലേക്കും പോകും. അപ്പോൾ അതേ ലോജിക്കാണ് ഇവിടെയും വരുന്നത്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ കേസിൽ അവിടെ രണ്ട് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റുകളാണ്, അത് കൂടിച്ചേർന്നാണ് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, ഈ ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. മറ്റേ ആൾക്ക് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഇവരുടെ രണ്ടുപേരുടെയും റൊട്ടേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? രണ്ടും മ്യൂച്വലി ക്യാൻസൽഡ് ആവുന്നു, ലൈറ്റ് നേരെ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്തങ്ങ് പോകുന്നു. അപ്പോൾ ആ വ്യത്യാസം ഓർത്ത് വയ്ക്കുക. രണ്ട് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റുകളുടെ ആകെയുള്ള സമ്മാണ് ഈ പറയുന്ന ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്, ഓർ എ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഫോംഡ് ബൈ ടു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഇതൊരു ഫിഗർ കൊടുത്താണ്, അത് നോക്കണമെന്നില്ല, ഈ ഒരു ഫിഗർ നോക്കിയാലും മതി. See, when linearly polarized light passes through an optically active medium, it leads to two chiroptical properties, that is circular birefringence and circular dichroism. ഇതിനകത്ത് ഈ രണ്ടാമത്തെ ആൾ നമുക്ക് അത്യാവശ്യം ആവശ്യം വരുന്നതാണ്. ആദ്യത്തെ ആൾ നമുക്ക് പഠിക്കാനുണ്ട്, രണ്ടാമത്തെ ആളെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ പറയുന്ന ലീനിയർ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ കേസിൽ നിങ്ങൾ ഈ ഡിഗ്രിക്കും അതേപോലെ പി ജിയുടെ ആദ്യമൊക്കെ സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു കാണും എനാൻഷോമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. എനാൻഷോമേഴ്സിൻ്റെ പ്രത്യേകത, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒന്നുകിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുള്ള ഡെക്സ്ട്രോ എന്നും ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുള്ള ലീവോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനാണ് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഉള്ളത്.
അപ്പോൾ ഈ പറയുന്ന ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു മീഡിയത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാമല്ലോ, നമ്മുടെ മീഡിയം ഡെക്സ്ട്രോ ആണെങ്കിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, ലീവോ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ എനാൻഷ്യമസിൻ്റെ മാത്രം കേസാണ്. ബട്ട് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് ഈ പറഞ്ഞ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രണ്ട് ഫിനോമിനം വരുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് കൈറോപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് വരുന്നുണ്ട്. ഒന്നാണ് സർക്കുലർ ബൈ റെഫറിഞ്ചൻസ്, രണ്ടാമത്താണ് സർക്കുലർ ഡൈക്കോറിസം. നമുക്ക് ആദ്യം സർക്കുലർ ബൈ റെഫറിഞ്ചൻസ് എന്താണെന്ന് നോക്കാം. വെൻ വൺ ഓഫ് ദ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ സർക്കുലർലി പോളറൈസ്ഡ് കമ്പോണൻറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, അതായത് ഈ കാണുന്ന ഇതാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആണ് ഇത് ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ അടങ്ങിയിരിക്കുന്ന റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റും ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റും കൺസിഡർ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരാൾക്ക്, ഈ രണ്ട് പേർക്കും സെയിം മാഗ്നിറ്റ്യൂഡാണ് റൊട്ടേഷന്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ട് കിടക്കുന്നത്. പക്ഷേ ഒരു മീഡിയത്തിലൂടെ, ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള, ശ്രദ്ധിക്കുക, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ ഈ പറയുന്ന ഈ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇയാളുടെ സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസിൽ ഏതെങ്കിലും ഒരാൾ മറ്റേ ആളെക്കാൾ കൂടുതൽ സ്പീഡിലോ കുറഞ്ഞ സ്പീഡിലോ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഫിനോമിനാണ് സർക്കുലർ ബൈ റെഫറിഞ്ചൻസ്. That is, when one of the circularly polarized component passes through an optically active medium more slowly compared to the other, the phenomenon is called circular birefringence, and the medium is said to be circularly birefringent. അപ്പോൾ ഈ വെറുതെ ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെയും സ്പീഡ് രണ്ടായി പോകണമെന്നൊന്നുമില്ല. അങ്ങനെ രണ്ടുപേരുടെ സ്പീഡ് രണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഫോർ വൺ സർക്കുലർലി പോളറൈസ്ഡ് കമ്പോണന്റ് മസ്റ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ അതർ. അപ്പോൾ ഈ പറയുന്ന ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റും അല്ലെങ്കിൽ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും കൂടെ നമ്മളൊരു മീഡിയത്തിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിനോ അല്ലെങ്കിൽ റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റോ രണ്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റേ ആളെക്കാളും വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് സർക്കുലർ ബൈ റെഫറിഞ്ചൻസ്. ഓക്കെ, ആ മീഡിയത്തെ പറയുന്ന പേരാണ് സർക്കുലർലി ബൈ റെഫറിഞ്ചൻസ് എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കുലർ ബൈ റെഫറിഞ്ചൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റുകളുടെ വെലോസിറ്റിയിൽ ചേഞ്ച് വരണമെങ്കിൽ എന്ത് വേണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഷുഡ് ബി ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ഓഫ് ദം. ആ രണ്ട് പേർക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടായിരിക്കണം. അതായത് ആ മീഡിയത്തിന് ഈ പറയുന്ന ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിന് ഉണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കില്ല റൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ മീഡിയം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മീഡിയത്തിന് മാത്രമേ സർക്കുലർലി ബൈ റെഫറിജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then as the two circularly polarized components travel with unequal velocities through the optically active medium, the two components now are not in phase, and the resultant, that is the linear polarization vector, gets rotated by an angle alpha. അതായത് ഞാൻ നേരത്തെ കാറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ കേസ് തന്നെ എടുക്കുക. കാറിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ നേരെ ഡയറക്റ്റ് നടുക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നേരെ പോകും. ആ സ്ഥാനത്ത് സ്റ്റിയറിംഗ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുകയോ റൈറ്റിലേക്ക് തിരിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ തിരിക്കുന്ന ആ ഒരു മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് വണ്ടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ തുടങ്ങും. സെയിം ലോജിക്കാണ് ഇവിടെയും വരുന്നത്. ഈ രണ്ട് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും അൺഈക്വൽ വെലോസിറ്റിയിൽ ആ മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും ബൈ ആൻ ആംഗിൾ ആൽഫ. ആ ലൈറ്റ് നേരെ പോയിക്കൊണ്ടിരുന്ന ഒറിജിനൽ പ്ലെയിൻ ഓഫ് പോളറൈസേഷനിൽ നിന്ന് ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് മീഡിയം. ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും റൊട്ടേറ്റ് ചെയ്യും ബൈ ആൻ ആംഗിൾ ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മളുടെ രണ്ട് ടേംസ് കൊടുത്തിട്ടുണ്ട്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആൻഡ് സ്പെസിഫിക് റൊട്ടേഷൻ.
Optical rotation means it is the ability of the chiral compound to rotate plane polarized light by an angle alpha. And this is specific rotation, that is 100 alpha by lambda c, ഇത് സ്ക്വയർ ബ്രാക്കറ്റ് അകത്തുള്ള ആൽഫയാണ്. വേർ ആൽഫ, അതായത് ഈ കാണുന്ന ആൽഫ, ഈ ആൽഫയാണ് ഇറ്റ് ഈസ് ദ ഒബ്സർവ്ഡ് റൊട്ടേഷൻ. സ്പെസിഫിക് റൊട്ടേഷൻ മീൻസ് അത് ആൽഫ ഇൻസൈഡ് ദിസ് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ഇല്ലാത്ത ആൽഫ മീൻസ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് റൊട്ടേഷൻ. വേർ ആൽഫ ഇസ് ദ ഒബ്സർവ്ഡ് റൊട്ടേഷൻ, L is the length of the polarimeter tube in decimeter, and C is the concentration. Since the specific rotation, bracket നകത്തുള്ള ആൽഫയാണ്, അതായത് ഇയാളാണ്. Since the specific rotation can vary with temperature and with the wavelength of light used, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. Specific rotation can vary with the temperature and wavelength of the light. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും അനുസരിച്ച് സ്പെസിഫിക് റൊട്ടേഷൻ വേരി ചെയ്യാം. ദെയർഫോർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. യൂഷ്വൽ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് 589 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ദ സോഡിയം ഡി ലൈൻ 589 നാനോമീറ്റർ ആണ്. ആൻഡ് ഓൾസോ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസും ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് റൊട്ടേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്, ആൽഫ ഡി 25, വേർ ഡി ഇൻഡിക്കേറ്റ്സ് ദ വേവ് ലെങ്ത് യൂസ്, ദറ്റ് ഈസ് 589 നാനോമീറ്റർ, ആൻഡ് 25 is the temperature, where alpha is the specific rotation. ഇനി ഒരു കാര്യം കൂടെ, optical rotatory dispersion. It is the curve showing the change of optical rotation over a range of wavelengths. അതായത് വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മാറിക്കൊണ്ടിരിക്കും, ആൽഫയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ മാറുന്ന വേവ് ലെങ്തിനനുസരിച്ച് എങ്ങനെ നമ്മുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, നമ്മുടെ കോമ്പൗണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എങ്ങനെ മാറുന്നു വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് എന്നുള്ള ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു കേവ് ആണെന്ത്, ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ ഓർ ORD. ORDയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ പഠിക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ടേം കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത ഫിനോമിനൻ സർക്കുലർ ഡൈക്കോറിസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മീഡിയത്തിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന രണ്ട് ഫിനോമിനാണ് സർക്കുലർ ബൈ റെഫ്രിജൻസും ദെൻ സർക്കുലർ ഡൈക്കോറിസവും. സർക്കുലർ ബൈ റെഫ്രിജൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സർക്കുലർ ഡൈക്കോറിസമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സർക്കുലർ ഡൈക്കോറിസത്തിലേക്ക് പോകുന്നതിന് മുൻപ് സർക്കുലർ ബൈ റെഫ്രിജൻസ് എന്തായിരുന്നു? ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റും റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റും വ്യത്യസ്ത വെലോസിറ്റിയിൽ നമ്മുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്നു. അതാണ് എന്ത്, സർക്കുലർ ബൈ റെഫ്രിജൻസ് എന്ന് വെച്ചാൽ. ഓൺ ദ അതർ ഹാൻഡ്, സർക്കുലർ ഡൈക്കോറിസം, chiral substances show differential absorption of circularly polarized light. ഇവിടെ ഡിഫറൻസ് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ദ ഓർ ദ പാസസ് ഇൻ ഡിഫറെൻറ്റ് സ്പീഡാണ് നമ്മൾ ഈ പറയുന്ന സർക്കുലർ ബൈ റെഫറൻജൻസിൽ നമ്മൾ പറയുന്നത്. അവരുടെ വെലോസിറ്റി ഓഫ് മൂവ്മെൻ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ പറയുന്നത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന എക്സ്റ്റെൻറ്റ് വെച്ചിട്ടാണ്. Chiral substances show differential absorption of circularly polarized light, and this is called circular dichroism. നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് സർക്കുലർ ഡൈക്കോറിസം എന്ന്. Circular dichroism arises because the molar absorptivities of left and right circularly polarized light, that is epsilon L and epsilon R, where epsilon L is the molar absorptivity of left polarized light and epsilon R is the molar absorptivity of right circularly polarized light. Circular dichroism arises between the molar absorptivities of left and right circularly polarized light are different for a chiral compound. If epsilon L greater than epsilon R, then circular dichroism is said to be positive, and if epsilon L less than epsilon R, then CD is said to be negative. അതായത് സർക്കുലർ ഡൈക്കോറിസം അറൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, it is the difference in molar absorptivity towards the left and right circularly polarized light, and ഈ പറയുന്ന epsilon L greater than epsilon R ആണെങ്കിൽ CD is said to be positive. On the other hand, if epsilon L is less than epsilon R, then CD is said to be negative. Then the CD spectra is obtained only in the spectral regions in which absorption bands are found. നമുക്കിവിടെ ഒന്ന് രണ്ട് ടോപ്പിക്സ് നമുക്ക് നോക്കാനുള്ള, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ വായിക്കാം. Enantiomers display opposite CD curves of identical magnitude.
അത് അങ്ങനെ ആയിരിക്കുമല്ലോ. എനാൻഷ്യോമർ നമ്മളിപ്പം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി എനാൻഷ്യോമർ എടുക്കുക. ഡെക്സ്ട്രോ റൊട്ടേറ്ററി എനാൻഷ്യോമർ ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ലീവോ റൊട്ടേറ്ററി എനാൻഷ്യോമർ എന്തായിരിക്കും ചെയ്യുന്നത്? റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ ആയിരിക്കാം അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ എനാൻഷ്യോമേഴ്സിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഒരാൾ ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ മറ്റേ ആൾ റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ടിലാണ് അബ്സോർബ് ചെയ്യുക. അതായത് ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ ഒരാൾ എന്തുമാത്രം അബ്സോർബ് ചെയ്യുന്നോ അതിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എമൗണ്ടിലായിരിക്കും മറ്റേ ആൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന റൈറ്റ് പോളറൈസ്ഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ദെൻ ദ സൈൻ ഓഫ് ദ കോട്ടൺ ഇഫക്റ്റ്, അതായത് CD and ORD can be related with the stereochemical environment around the chromophore. അത് നമുക്ക് താഴേക്ക് പോകുമ്പോൾ കോട്ടൺ ഇഫക്റ്റ് നമുക്ക് താഴെ പഠിക്കാനുണ്ട്, അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. Then CD curves are plotted as delta epsilon versus lambda or molar ellipticity theta versus lambda. നമുക്കിവിടെ വരുന്നത് ഡെൽറ്റ എപ്സിലോൺ വേഴ്സസ് ലാംഡ ആണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ മോളാർ അബ്സോർപ്റ്റിവിറ്റി വേഴ്സസ് വേവ് ലെങ്ത് ആണ് നമുക്ക് CD കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഒപ്റ്റിക്കൽ 2 കർവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ലൈൻ 0 ആണെന്ന് കൺസിഡർ ചെയ്യുക. Y ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഡെൽറ്റ എപ്സിലോൺ ആണ്. ദാറ്റ് ഈസ് എപ്സിലോൺ L മൈനസ് എപ്സിലോൺ R. ഈ എപ്സിലോൺ L മൈനസ് എപ്സിലോൺ R എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ഉള്ള കർവാണ് ഇത്. ദാറ്റ് ഈസ് പോസിറ്റീവ് CD. ഇത് നെഗറ്റീവ് ആണെങ്കിലുള്ള കർവാണ് ഈ കാണുന്നത്. അങ്ങനെ തന്നെയല്ലേ കണ്ടീഷനും ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇഫ് എപ്സിലോൺ L ഈസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ R ദെൻ CD ഈസ് സെഡ് ടു ബി പോസിറ്റീവ്. അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എപ്സിലോൺ L ഗ്രേറ്റർ ദാൻ എപ്സിലോൺ R ദെയർഫോർ CD ഈസ് പോസിറ്റീവ്. എപ്സിലോൺ L ലെസ് ദാൻ എപ്സിലോൺ R CD ഈസ് നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ ഈ ഗ്രാഫ്. ദെൻ നമുക്ക് ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ നോക്കാം. ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഒന്നുകൂടി പറയാണ്. ദ മെഷർമെന്റ് ഓഫ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഈസ് നോൺ ആസ് ORD. അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും മാറുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ മാറുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നേരത്തെ. അതിനകത്ത് വേവ് ലെങ്ത് മാറുന്നതനുസരിച്ച് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രത്തോളം മാറുന്നു, എത്രത്തോളം വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ a relationship between optical rotation and the wavelength of the radiation used, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ORD അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ എന്ന് നമ്മൾ പറയുന്നത്. Then there are two principal types of ORD curves. ഒന്ന് simple or plain ORD curves, രണ്ടാമത്തത് anomalous ORD curves. ഇവിടെ സിമ്പിൾ ഓർ പ്ലെയിൻ ORD curvesനെ പറ്റി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ആളെ പറ്റി നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ആളെ അനോമലസ് ORD curvesനെ നമ്മൾ കോട്ടൺ ഇഫക്റ്റ് curves എന്നും പറയാറുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ curves എന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്ലെയിൻ ORD curve. പ്ലെയിൻ ORD curve നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം വരേണ്ടത് ഈ ഒരു ഫിഗറാണ്. ഈ ഒരു ഫിഗറിൽ മുകളിൽ താഴെയുള്ള 2 ഫിഗറും വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം സങ്കല്പിച്ചാൽ മതി. Y ആക്സിസിൽ നമ്മൾ ഡെൽറ്റ എപ്സിലോൺ പ്ലോട്ട് ചെയ്യുന്നു. X ആക്സിസിൽ നമ്മൾ വേവ് ലെങ്ത് പ്ലോട്ട് ചെയ്യുന്നു. ഈ പറയുന്ന ഡെൽറ്റ എപ്സിലോൺ പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കർവ് കിട്ടും, ഡെൽറ്റ എപ്സിലോൺ നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇനി പ്ലെയിൻ ORD curvesന്റെ പ്രത്യേകത, എ കർവ് ഷോയിങ് സ്റ്റഡി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വിത്ത് ഡിക്രീസ് ഓഫ് വേവ് ലെങ്ത് ഈസ് കോൾഡ് എ പ്ലെയിൻ കർവ്. ഇറ്റ് മേ or may not cross zero rotation line and will not show a peak or trough. അല്ലെങ്കിൽ നമുക്ക് ക്രസ്റ്റ് ഓർ ട്രഫ് എന്ന് നമുക്ക് പറയാം. The plane curve is the ORD for a chiral compound that lacks a chromophore. പ്രത്യേകം നോട്ട് ചെയ്യുക, പ്ലെയിൻ ORD കർവ് തരുന്നത് ഇറ്റ് വിൽ ബി എ chiral compound without a chromophore. ഒരു ക്രോമോഫോർ ഇല്ലാത്ത chiral compound ആയിരിക്കും പ്ലെയിൻ ORD കർവ് തരുന്നത്. പ്ലെയിൻ ORD കർവിന്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഹാവ് എ സ്റ്റഡി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വിത്ത് ഡിക്രീസ് ഓഫ് വേവ് ലെങ്ത്. സ്റ്റഡി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ വിത്ത് ഡിക്രീസ് ഓഫ് വേവ് ലെങ്ത്. അതാണ് പ്ലെയിൻ ORD കർവിന്റെ പ്രത്യേകത. നമുക്ക് ഈ പറയുന്ന പ്ലെയിൻ ORD കർവ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പ്ലെയിൻ ORD കർവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഫിഗറിനെ പോലെ തന്നെ റൈറ്റിൽ നമ്മൾ X ആക്സിസിൽ വേവ് ലെങ്ത്തും Y ആക്സിസിൽ നമ്മൾ ഡെൽറ്റ എപ്സിലോൺ നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. ഇത് ഒരു
ഈ രണ്ടെണ്ണവും ഓരോ പ്ലെയിൻ ഒ ആർ ഡി കർവ്സ് ആണ്. ഇത് പോസിറ്റീവ് പ്ലെയിൻ ഒ ആർ ഡി കർവാണ്, ഇത് നെഗറ്റീവ് പ്ലെയിൻ ഒ ആർ ഡി കർവാണ്. അപ്പോൾ നമ്മൾ പറയാനുള്ള കാരണം ഇവർക്ക് ക്രസ്റ്റോ ട്രഫോ ഇല്ല. ക്രസ്റ്റോ ട്രഫോ വരികയാണെങ്കിൽ ഇവിടെ ഒറിജിനൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എത്തി, ഇതൊരു ക്രസ്റ്റ്, ദെൻ ഇതൊരു ട്രഫ്, ദെൻ ഇതൊരു ക്രസ്റ്റ്, ഇതൊരു ട്രഫ്, ഇങ്ങനെയാണ് നമ്മുടെ പോകാറ്. ബട്ട് ഇവിടെ ക്രസ്റ്റും ട്രഫും നമുക്ക് വരുന്നില്ല. കാരണം ഇവിടെ ഇപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ടൊരു പോസിറ്റീവ് സി ഡിയും നെഗറ്റീവ് സി ഡിയും കാണിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾക്കൊരു ഡയഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് ഒരു പ്ലെയിൻ ഒ ആർ ഡി കർവാണ്. ഈ കാണുന്നത് ഒരു പ്ലെയിൻ ഒ ആർ ഡി കർവാണ്, ഒരു നെഗറ്റീവ് പ്ലെയിൻ ഒ ആർ ഡി കർവാണ് നിങ്ങൾ കാണുന്നത്. ഞാനിവിടെ ഈ രണ്ട് ഫിഗറും കാണിക്കാനുള്ളൊരു കാരണം പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒരുമിച്ച് കാണിച്ചതേ ഉള്ളൂ. ശരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് വാട്ട് യു കോൾ എ നെഗറ്റീവ് ഒ ആർ ഡി കർവ് ആൻഡ് ദിസ് ഇസ് എ പോസിറ്റീവ് ഒ ആർ ഡി കർവ്. ഓക്കെ, പോസിറ്റീവ് ഒ ആർ ഡി കർവിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെൽറ്റ എപ്സിലോണിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ഓർ ഇ എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ഇ ആർ. ഓൺ ദ അതർ ഹാൻഡ് ഇ എൽ ലെസ് ദാൻ ഇ ആർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ഒ ആർ ഡി കർവ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് പോസിറ്റീവ് ഒ ആർ ഡി കർവാണ്, ഈ കാണുന്നത് നെഗറ്റീവ് ഒ ആർ ഡി കർവാണ്. ദെൻ അനോമലസ് ഒ ആർ ഡി കർവ് ഓർ കോട്ടൺ ഇഫക്റ്റ് കർവ്സ്. ഇത് നമുക്കൊന്ന് നോക്കാനുള്ള ടോപ്പിക്കാണ്. അനോമലസ് ഒ ആർ ഡി കർവ്സ് ഓർ കോട്ടൺ ഇഫക്റ്റ് കർവ്സ്. ഒ ആർ ഡി കർവ്സ് കണ്ടെയ്നിങ് ബോത്ത് ദ പീക്ക് അല്ലെങ്കിൽ ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ കോൾഡ് അനോമലസ് കർവ്സ് ഓർ കോട്ടൺ ഇഫക്റ്റ് കർവ്സ്. അതായത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു വേവ് പോകുന്ന പോലെ ഇങ്ങനെ കയറി പോസിറ്റീവിൽ നെഗറ്റീവിൽ ഓസിലേറ്റ് ചെയ്ത് പോകുന്ന കർവ്സ് ആയിരിക്കും ഈ അനോമലസ് ഒ ആർ ഡി കർവ്സ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പം ലോജിക്കലി ഈ ഒ ആർ ഡി കർവ് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലേ വരാൻ പാടുള്ളൂ. അതായത് ലെഫ്റ്റ് പോളറൈസ്ഡ് ലൈറ്റിന്റെ മോളാർ അബ്സോർപ്റ്റിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആർ. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് കർവ് കിട്ടണം, നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് കർവ് കിട്ടണം. ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു ഒ ആർ ഡി കർവ് എന്ന് വെച്ചാൽ. പക്ഷെ പല കണ്ടീഷനിലും അനോമലസ് ഒ ആർ ഡി കർവ്സ് നമുക്ക് കാണാറുണ്ട്. അതെങ്ങനെയാണ് വന്നത് നമുക്ക് നോക്കാം. ദ ഒ ആർ ഡി കർവ്സ് കണ്ടെയ്നിങ് ബോത്ത് പീക്ക് അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നും പറയാം. പീക്ക് ആൻഡ് ട്രഫ് ആർ കോൾഡ് അനോമലസ് കർവ്സ് ഓർ കോട്ടൺ ഇഫക്റ്റ് കർവ്സ്. നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് കൈറൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ക്രോമോഫോർസ് ക്യാൻ ഗീവ് സച്ച് കർവ്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. കൈറൽ കോമ്പൗണ്ട്സ് വിച്ച് ലാക്ക് എ ക്രോമോഫോർ തരുന്നത് എന്തായിരുന്നു? പ്ലെയിൻ ഒ ആർ ഡി കർവ് ആയിരുന്നു. കൈറൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് എ ക്രോമോഫോർ എന്താ തരുന്നത്? ഈ കാണുന്ന അനോമലസ് ഒ ആർ ഡി കർവ്സ് ആണ് അവർ തരാൻ ചാൻസ് ഉള്ളത്. ഇനി ഈ ഒരു ഡെഫിനേഷൻ നോക്കുക. ദ കോട്ടൺ ഇഫക്റ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് in optical rotatory dispersion and or circular dichroism in the vicinity of an absorption band of a substance. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയത് ഇങ്ങനെയാണ്. ദ കോട്ടൺ ഇഫക്റ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ഇൻ ഒ ആർ ഡി ഇൻ ദ വിസിനിറ്റി ഓഫ് ആൻ അബ്സോർപ്ഷൻ ബാൻഡ് ഓഫ് എ സബ്സ്റ്റൻസ്. ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ടായിട്ട് അങ്ങനെയും പഠിക്കാം. ബട്ട് ബെറ്റർ ഈ ഫുൾ ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. ഒ ആർ ഡിയുടെയും സി ഡിയുടെയും കേസിൽ നമ്മളിത് പറയാറുണ്ട്, കോട്ടൺ ഇഫക്റ്റിന്റെ കേസിൽ. ഇൻ എ വേവ് ലെങ്ത് റീജിയൻ വേർ ദ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ്, ദ ആബ്സൊല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ അറ്റ് ഫസ്റ്റ് വേരീസ് റാപ്പിഡ്ലി വിത്ത് വേവ് ലെങ്ത്, ക്രോസസ് സീറോ അറ്റ് അബ്സോർപ്ഷൻ മാക്സിമ ആൻഡ് ദെൻ അഗെയിൻ വേരീസ് റാപ്പിഡ്ലി വിത്ത് വേവ് ലെങ്ത് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ കാണുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ലൈൻ നമുക്ക് താഴത്തെ ഗ്രാഫിൽ നമുക്ക് കാണാനുണ്ട്. ആ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രാഫ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ മോളാർ എലിപ്റ്റിസിറ്റിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വേവ് ലെങ്ത് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫിഗർ അല്ല ഇത്. ഇവിടെ താഴേക്ക് പോയി ഇതൊരു ട്രഫാണ്, ഇവിടുന്ന് കയറി മുകളിലേക്ക് വന്നൊരു പീക്കും വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പ്ലെയിൻ ഒ ആർ ഡി കർവോ അല്ല. പ്ലെയിൻ ഒ ആർ ഡി കർവാണെങ്കിൽ എന്ത് തന്നെ ഒന്നുകിൽ ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നേരെ താഴേക്ക് ഡിക്രീസ് ചെയ്ത് പിന്നെയും കയറി മുകളിലേക്ക് പോയി പിന്നെയും കയറി ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ അനോമലസ് ഒ ആർ ഡി കർവ്സ് ഓർ കോട്ടൺ കർവ്സ് എന്ന് പറയുന്നത്. കോട്ടൺ കർവ്സ് നമ്മൾ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയാറുണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ കോട്ടൺ ഇഫക്റ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഇഫ് ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ first increases as the wavelength decreases and negative if the rotation first decreases. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു കോട്ടൺ ഇഫക്റ്റ് കർവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച്, അതായത് ഇവിടെ വേവ് ലെങ്ത് 0 ആണ്, ഇവിടുന്ന് വേവ് ലെങ്ത് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക.
അപ്പോൾ വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച്, വേവ് ലെങ്ത് 0 എന്ന് പറയാൻ പറ്റില്ല, വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന പീക്ക് കൂടുകയാണെങ്കിൽ, പീക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോട്ടൺ ഇഫക്റ്റ്. ആ സ്ഥാനത്ത് വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് ഇത് കുറഞ്ഞു വരികയാണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് എ നെഗറ്റീവ് കോട്ടൺ ഇഫക്റ്റ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ഇഫക്റ്റ് പോസിറ്റീവ് ആണ് ഇഫ് ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഫസ്റ്റ് ഇൻക്രീസസ്. ഇവിടെ കാണുന്ന പോലെ ഇഫ് ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഫസ്റ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത്. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങനെ പോകരുത്. വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത് ആണ്. സോ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ആദ്യം ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോട്ടൺ ഇഫക്റ്റ് കർവ്. നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് കോട്ടൺ ഇഫക്റ്റ് കർവ്. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഇത്ര നോക്കിയാൽ മതി. പീക്ക് ഇരിക്കുന്നത് ഹയർ വേവ് ലെങ്ത് സൈഡിലേക്കാണെങ്കിൽ, അതായത് റൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ് കോട്ടൺ ഇഫക്റ്റ് കർവ്. ആ സ്ഥാനത്ത് പീക്ക് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ, ദാറ്റ് ഈസ് ലോവർ വേവ് ലെങ്ത് സൈഡിലേക്കാണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ് കോട്ടൺ ഇഫക്റ്റ് കർവ്. അത്രയുള്ള കേസാകപ്പാടെ. അത്ര എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് ട്രഫും ഉണ്ട്, ക്രസ്റ്റും ഉണ്ട്. ഈ നടുക്കുന്ന ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ 0-യിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ലൈനിൻ്റെ റൈറ്റിലേക്കാണ് പീക്ക് കിടക്കുന്നതെങ്കിൽ, പീക്ക് കിടക്കുന്ന റൈറ്റിൽ, അതായത് ഹയർ വേവ് ലെങ്ത് റീജിയനിലേക്കാണ് പീക്ക് കിടക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് സി ആണ്. പീക്ക് കിടക്കുന്ന ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സി ആണ്. ഓക്കെ. Then the sign of the Cotton effect in ORD and CD can be related with the stereochemical environment. That is absolute configuration and conformation around the chromophore, example the carbonyl group. And optically pure enantiomers always display opposite Cotton effect curves. Opposite Cotton effect ORD and CD curves of identical magnitude. Then ഇനി ഈ പറയുന്ന അനോമലസ് കേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കേഴ്സും ഉണ്ട്, അതേപോലെ മൾട്ടിപ്പിൾ കോട്ടൺ ഇഫക്റ്റ് കേഴ്സും ഉണ്ട്. സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് എക്സിബിറ്റ് 1 പീക്ക് ആൻഡ് ട്രഫ്. ഇതൊക്കെ ഞാൻ കാണിച്ചു നോക്കിയ ഇതൊക്കെ സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് ആണ്. ഇവിടെ ഒരു പീക്കും ഉണ്ട്, ഒരു ട്രഫും ഉണ്ട്. ഇവിടെയും ഒരു പീക്കും ഉണ്ട്, ഒരു ട്രഫും ഉണ്ട്. ഇതാണ് സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ ക്രസ്റ്റും ട്രഫും വരുന്നതാണ് മൾട്ടിപ്പിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ദെൻ മൾട്ടിപ്പിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് എങ്ങനെയാണ് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ കോട്ടൺ ഇഫക്റ്റ് കേർവ് വരാനുള്ള കാരണം ദീസ് ആർ റിസൾട്ടിങ് ഫ്രം ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഓഫ് സെവറൽ ക്രോമോഫോർ. ക്രോമോഫോർ എന്താണ്, ഓക്സോക്രോം എന്താണെന്നൊക്കെയുള്ള ഞാൻ ഇതിൻ്റെ മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ക്രോമോഫോർസ് ഉണ്ടെങ്കിൽ, പല പല ക്രോമോഫോർസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മൾട്ടിപ്പിൾ കോട്ടൺ ഇഫക്റ്റ് കർവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്രോമോഫോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ ഇഫക്റ്റ് കർവ് വരാം. അത് മെയിൻലി മോസ്റ്റ്ലി സിംഗിൾ കോട്ടൺ ഇഫക്റ്റ് കർവ് ആയിരിക്കാം. ഡിപ്പെൻസ് അപ്പോൺ ദ ക്രോമോഫോർ കേട്ടോ, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ഇനി ക്രോമോഫോർ ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടൺ ഇഫക്റ്റ് കർവിലേക്കോ അല്ലെങ്കിൽ ഈ അനോമലസ് കർവിലേക്കോ ഒന്നും പോകണ്ട. കിട്ടുന്ന എന്തായിരിക്കും? സിമ്പിൾ അല്ലെങ്കിൽ പ്ലെയിൻ ORD കർവ് ആയിരിക്കും, അല്ലെങ്കിൽ ORD ആയിരിക്കും. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ORD ആൻഡ് CD നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഒരുപാട്. ആപ്ലിക്കേഷൻസ് ഓഫ് ORD ആൻഡ് CD, ഇത്രയും ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ORD ആൻഡ് CD. നമുക്ക് അടുത്ത് വരുന്നത് ആക്സൽ ഹാലോ കീറ്റോൺ റൂൾ ആൻഡ് ഒക്ടൻ റൂളാണ്. നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം.